അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ സാദാത്തുക്കളെ, നേതാക്കളെ, സഹോദരന്മാരെ, കേരള മുസ്ലിങ്ങളുടെ ആധികാരിക മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ദിശനാപരമായി നയിച്ച നമ്മുടെ മഹാഗുരു ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുന്ന വേദിയിൽ നമ്മളൊക്കെ ആത്മാർത്ഥമായും ഉസ്താദിന്റെ ആ ജീവിത രീതി സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും തയ്യാറെടുക്കേണ്ടതുണ്ട്. ഉസ്താദിന്റെ പ്രത്യേകത, ഉസ്താദ് നാട്ടിലുണ്ടെങ്കിൽ, ഉസ്താദ് കിടപ്പിലാകണത് വരെ നാട്ടിലുണ്ടെങ്കിൽ ഉസ്താദ് ജമാഅത്തിന്റെ പള്ളിയിലുണ്ടാവും. ആരെങ്കിലും ഉസ്താദിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടു വന്നാൽ നമ്മൾ പറയും, നിങ്ങളെ സുബഹിക്ക് വരികയാണെങ്കിൽ പള്ളിയിൽ നിന്ന് കാണാമെന്ന് പറയും. കഴിഞ്ഞ ഈ മുമ്പത്തെ റമദാന് വരെ തറാവീഹ് മുടങ്ങാതെ ഉസ്താദ് പള്ളിയിൽ തറാവീഹിന് പങ്കെടുത്തിരുന്നു. അപ്പൊ ഇബാദത്തില് കണിശത പുലർത്തി. ഏത് യാത്രയിലാണെങ്കിലും മഹാന്മാരെ സിയാറത്ത് ചെയ്യുക ഉസ്താദിന്റെ പ്രത്യേക സ്വഭാവമായിരുന്നു. നേരത്തെ ഇവിടെ AV ഉസ്താദ് പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിന് വരുമ്പോൾ ആദ്യം വരക്കൽ മക്കാമിൽ പോകും. ഒരു യാത്ര പോവുകയാണെങ്കിൽ വഴികളിലൂടെയുള്ള മക്കാമിലേക്കൊക്കെ സലാം പറയും. ഡ്രൈവർ വിളിച്ച് പറയും, ഇവിടെ എന്നെ മക്കാമുണ്ട്, ഫാത്തിഹ ഓതണം എന്ന് പറയും. സലാം പറയും, ഫാത്തിഹ ഓതും. അങ്ങനെ മഹാന്മാർക്ക് ധാരാളമായി ഫാത്തിഹ സമർപ്പിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്താദ് വഫാത്തായത് മുതൽ ഇന്ന് വരെ നിരന്തരമായ അനുസ്മരണ പരിപാടികളും സംഗമങ്ങളും ദിക്റുകളും തഹ്ലീലുകളും ഒക്കെ ഖുർആൻ പാരായണമൊക്കെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദിന്റെ മാർഗത്തിൽ നമ്മളൊക്കെ ആത്മാർത്ഥമായി ജീവിത വിശുദ്ധി കൈവരിക്കണം. അതോടുകൂടി 16ാമത്തെ വയസ്സിൽ നാട്ടിലെ ഖത്തീബായി എന്ന് പറഞ്ഞു. 19ാം വയസ്സ് മുതൽ കഴിഞ്ഞ 63 വർഷം അതിന്റെ ഖാദി ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദാണ്. മഹലിനെ കൃത്യമായി നയിച്ചു. മഹലി പ്രസിദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ രീതിലമായ ഏരിയയാക്കിയിട്ട് മാറ്റി ഉസ്താദ് വലിയ പങ്ക് വഹിക്കുകയുണ്ടായി. ആ രീതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഒരാളുടെ മുഖം കറുത്തുകൊണ്ട് സംസാരിക്കാതെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് വിനയത്തിന്റെ വലിയ ഒരു ആൾരൂപമായി ഉസ്താദ് ജീവിതം മുന്നോട്ട് നയിച്ചു. നമുക്കൊക്കെ അല്ലാഹുവിന്റെ ഉസ്താദിന്റെ മാർഗത്തിൽ നമുക്കെല്ലാം ജീവിക്കുവാനും ഉസ്താദിന്റെ പരലോക ജീവിതത്തിന്റെ ആ പ്രകാശ ദൗളിയമൊക്കെ വേണ്ടി ആത്മാർത്ഥമായ ദുആ ചെയ്യാനും നമ്മളൊക്കെയും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ആഖിറം വെളിച്ചമാക്കട്ടെ, പരലോകത്ത് ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന്റെ സേവനങ്ങളൊക്കെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സംസ്ഥാന SKS സംഘടിപ്പിച്ച മഹത്തായ അനുസ്മരണ പരിപാടിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഷെയ്ഖുന MT ഉസ്താദ്, അതുപോലെ തന്നെ ഇവിടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി T സിദ്ദീഖ് സാഹിബ്, അതുപോലെ നമ്മുടെ മുൻ മന്ത്രി MK മുനീർ സാഹിബ്, സമസ്ത മുഷാവറ അംഗങ്ങളായ പ്രിയപ്പെട്ട നമ്മുടെ ബഷീർ ഫൈസി ഉസ്താദ്, സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം ഉസ്താദ്, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇവിടെ വിഷയാവതരണങ്ങൾ നടത്തിയ സലാഹുദ്ദീൻ ഫൈസി, സുലൈമാൻ ഫൈസി ചുങ്കത്തറ, പ്രിയപ്പെട്ട സ്വാദിഖ് ഫൈസി, തൊയ്യബ് ഹുദവി അഡ്വക്കേറ്റ്, ഇവിടെ പങ്കെടുത്ത സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുബഷിർ തങ്ങൾ, അതുപോലെ ഇതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി OP അഷറഫ്, മറ്റു സംസ്ഥാന ഭാരവാഹികൾ, നേതാക്കൾ, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.